ക്യാമ്പസിൽ ഹിജാബും ബുർക്കയും വിലക്കിയ നടപടിക്ക് സ്റ്റേ. സുപ്രീം കോടതിയാണ് സ്റ്റേ ചെയ്തത്. ഉത്തരവിറക്കിയ മുംബൈ കോളേജിന് കോടതി നോട്ടീസ് അയച്ചു. കേസ് നവംബറിൽ വീണ്ടും പരിഗണിക്കും. സിബി ചേരുന്നു ദില്ലിയിൽ നിന്ന്. സിബി, ഏത് സാഹചര്യത്തിലാണ് ഇന്ന് സുപ്രീം കോടതി ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്? ഹിജാബും അതുപോലെ തന്നെ ബുർക്കയും വിദ്യാർത്ഥികൾക്ക് ധരിക്കാം എന്ന് കോടതി വ്യക്തമാക്കുകയല്ലേ? ഇതിലൊരു സ്റ്റേ ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് മുംബൈയിലെ ക്യാമ്പസിലെ ഹിജാബും ബുർക്കയും വിലക്കിയ മുംബൈ കോളേജിന്റെ നടപടി ബോംബെ ഹൈക്കോടതി ശരിവെച്ചിരുന്നു. ഇതിനെതിരെയാണ് ഒരു അപ്പീലുമായി പിന്നീട് വീണ്ടും സുപ്രീം കോടതിയെ ഹർജിക്കാർ സമീപിച്ചത്. ഇതിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇത്തരത്തിലൊരു സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. അതായത് ഇതിൽ പ്രധാനമായും സുപ്രീം കോടതി ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് ഈ ഒരു ഉത്തരവിൽ വളരെ വലിയൊരു ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. അതായത് ഇതിനൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ കോളേജിലൊരു ഡ്രസ് കോഡ്, പ്രത്യേകിച്ച് ഈ മരുന്ന് ധരിക്കുന്ന ഡ്രസ് കോഡ് എല്ലാ നിലയും വിലക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു ഇതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. അത് ചെമ്പൂർ ബോംബെ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ NG ആചാര്യ ആൻഡ് DK മറാത്തെ കോളേജാണ്, ക്യാമ്പസിലാണ് ഇതിൽ ഈ ഹിജാബ് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയത്. ഇതിനെതിരെയാണ് ഈ ഹർജി നൽകുകയും ആ ഹർജി ഹൈക്കോടതി ആദ്യം തള്ളുകയായിരുന്നു. എന്നാൽ ഈ ഡ്രസ് കോഡ് വിദ്യാർത്ഥികളുടെ മൗലിക അവകാശ ലംഘനമായി കാണാനാവില്ലെന്നും അച്ചടക്കത്തിന്റെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഈ ഒരു വിലക്ക് ഇത്തരത്തിൽ ഹൈക്കോടതി സ്വീകരിച്ചത്. പക്ഷേ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി എത്തുമ്പോൾ പ്രധാനമായും സുപ്രീം കോടതി ഇത് ആയിരുന്നില്ല സ്റ്റേ ചെയ്ത ശേഷം സുപ്രീം കോടതി ചില ആശങ്കകൾ പങ്കുവച്ചു. അതായത് നെറ്റിയിൽ തിലകം ചാർത്തുന്നവരെ നിങ്ങൾ വിലക്കുമോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. മാത്രമല്ല, ഈ ഒരു പെൺകുട്ടിക്ക് എന്ത് ധരിക്കാമെന്ന് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു നിയമം അടിച്ചേൽപ്പിക്കാൻ ആവില്ല എന്ന് സുപ്രീം കോടതി പ്രാഥമികമായ ഒരു വാക്കാൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. 2008 മുതൽ എന്നു മുതലാണ് ഈ കോളേജ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ 2008 മുതൽ പ്രവർത്തിക്കുന്ന കോളേജാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രത്യേകമായ നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്നും കോടതി ചോദിച്ചു. അങ്ങനെ അത്തരം ചില പരാമർശങ്ങൾ മാത്രം നടത്തിയ ശേഷം പിന്നീട് ഇത് സ്റ്റേ ചെയ്യുകയും ഇനിയിപ്പോൾ നവംബറിൽ ഈ കേസ് വീണ്ടും പരിഗണിക്കുമെന്നും അന്ന് ഇതിൽ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മുംബൈയിലെ കോളേജിനെ ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കേസ് ഇനി വീണ്ടും നവംബറിൽ പരിഗണിക്കുകയും ചെയ്യും. ഷമ്മി.